അപ്പോൾ ഗായ്സ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ അതിൻ്റെ കൂടത്തെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആവശ്യത്തിന്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വറുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. അപ്പം അത്യാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എണ്ണ ചൂടായതിനു ശേഷം കാണിക്കാം. എണ്ണയിലേക്ക് ചിക്കൻ ഇടുകയാണ് വറുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേശ്ശെ ഇങ്ങനെ തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഇതിന് ഏറെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറേശ്ശെയാണ് വറുക്കുന്നത്. ആദ്യം ഒന്ന് വറുത്ത് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് നമുക്ക് വറുക്കാവുന്നതാണ്. ചിക്കൻ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്കത് വറുത്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വറുക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്കത് വറുത്ത് കോരിയിട്ട് ബാക്കി നോക്കാം. നമ്മൾ ചിക്കൻ അങ്ങനെ വറുത്ത് കോരി ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചേക്കാണ്. ഇനി നമുക്കിതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. വറുത്ത് കോരി എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് വറുത്ത് എടുക്കണം. വെള്ളം തീരെ ഇല്ലാതെ നമ്മൾ വറുത്തെടുക്കണം. വെള്ളം ഒട്ടും പാടില്ല. ഇതുപോലെ നല്ലപോലെ ഒന്ന് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് മൂക്കുന്ന വരെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കറിവേപ്പില ഇടാൻ പോവുകയാണ്. കറിവേപ്പില നമ്മൾ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ വെള്ളം വറ്റുന്നതാണ് നമ്മുടെ പാകം. വെള്ളം വറ്റുന്നതാണ് വരെ നമുക്ക് ഇളക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. കായപ്പൊടിയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു നമ്മൾ ഇളക്കി കൊടുക്കാൻ പോവാണ്. നല്ലപോലെ നമ്മൾ അതെല്ലാം അരപ്പെല്ലാം മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കുക. അപ്പോൾ നല്ല കായത്തിൻ്റെ മണം നമുക്ക് വരുന്നുണ്ട്. നമ്മൾ അടുത്തതായിട്ട് ഒരു പാനിലേക്ക് ഉലുവയും കടുകും ഇട്ട് വറുക്കാൻ പോവുകയാണ്. ഉലുവയും കടുകും ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മുടെ അരപ്പിലേക്ക് ഇച്ചിരി വിനാഗിരി ഒഴിച്ച് തിളപ്പിക്കാൻ പോവുകയാണ്. ഒരു 2 സ്പൂൺ നമ്മൾ ഒഴിക്കുകയാണ് ആവശ്യത്തിന്. നമ്മൾ വിനാഗിരി ഒഴിച്ച് നല്ലപോലെ അരപ്പ് നമ്മൾ നല്ലപോലെ ഇളക്കിയെടുക്കുകയാണ്. ഇനി ഈ വിനാഗിരി ഒന്ന് തിളയ്ക്കണം. എന്നാലേ നമുക്ക് വിനാഗിരിയുടെ ഒരു ചൊവ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒന്ന് നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതൊന്ന് നല്ലപോലെ തിളക്കട്ടെ വിനാഗിരി. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇട്ടാൽ മതി. ഇപ്പോൾ വിനാഗിരി നല്ലപോലെ തിളച്ച് വറ്റിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ചിക്കൻ ഇടാം. നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന ചിക്കനാണ് നമ്മൾ ഇടുന്നത്. എന്നിട്ട് നമ്മളതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ ഒന്നിട്ട് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ അച്ചാർ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കടുകും ഉലുവയും പൊടിച്ച പൊടി ഇടാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ലാസ്റ്റ് ഇത്. അത് നമ്മളിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കഴിഞ്ഞു. അപ്പോൾ ഗായ്സ് നമ്മുടെ ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്.